കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അന്തിക്രിസ്തു, എതിർ ക്രിസ്തു അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ്, നമ്മൾ ആ വ്യക്തിയുള്ള ബന്ധത്തിൽ വചനത്തിൽ വെളിപ്പെടുത്തിയ അനേക വസ്തുതകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു പുതിയ ടൈറ്റിൽ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആൻറ്റി ക്രൈസ്റ്റ് ഈസ് എ ലാസ്റ്റ് സീസർ. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളായിരുന്നു സീസർ. ആൻറ്റി ക്രൈസ്റ്റ് അവസാനത്തെ സീസറാണ് എന്ന് പറയുവാൻ ഞാൻ ധൈര്യപ്പെടുകയാണ്. അതിൻ്റെ കാരണം ഞാൻ ഓർപ്പിക്കാം. ക്രിസ്തുവിന് ഏതാണ്ട് 550 വർഷങ്ങൾക്ക് മുമ്പ് ദാനിയേലിലൂടെ ദൈവം വെളിപ്പെടുത്തി 2 വേദഭാഗം വിശദീകരിക്കാതെ പറഞ്ഞു മാത്രം പോവുകയാണ്. 7-ാം അധ്യായത്തിൽ ദാനിയേലിന് ദൈവം 4 ലോക സാമ്രാജ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. ആദ്യത്തെ 7 വാക്യങ്ങളിലൂടെ ആ 4 ലോക സാമ്രാജ്യങ്ങളെ വരച്ച് കാണിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടു വളരെ വ്യക്തമായി കാണുന്നത് 4-ാമത്തെ സാമ്രാജ്യം 10 കൊമ്പുള്ള, അതിൻ്റെ 7-ാം വാക്യം, രാത്രി ദശത്ത് ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലമുള്ള 4-ാമത്തെ മൃഗം, ബാബിലോൺ, മേദി പാർഷ്യർ, ഗ്രീക്ക്, റോമാണ് 4-ാമത്തെ സാമ്രാജ്യം. ഇരുമ്പ് പോലെ ബലമുണ്ടായത് തകർത്തു. ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങൾ വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അടുത്ത ഭാഗം, അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. 4-ാമത്തെ സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തിന് 10 കൊമ്പുണ്ടായിരുന്നു. 24-ാം വാക്യം, ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാണ്. ഇത് തന്നെ 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ കണ്ട ലോകബിംബം 4 വ്യത്യസ്ത ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട് അവസാനം കൈതൊടാത്ത കല്ല് വന്ന് അതിനെ അടിച്ച് തകർക്കുന്നതിൻ്റെ പാദത്തിലാണ്. ആ പാദത്തിന് 10 വിരലിൽ നിൽക്കുകയാണ്. അവിടെ 10 വിരല്, ഇവിടെ 10 കൊമ്പ്. ഈ 10 കൊമ്പ് എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാർ. ഒരു സത്യം ഞാൻ ഓർപ്പിക്കട്ടെ. വെളിപ്പാട് 13-ന്റെ 1, ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. 17-ാം അധ്യായത്തിൽ 15-ാം വാക്യം, നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാരാണ്, രാജ്യങ്ങളാണ്, സാമ്രാജ്യങ്ങളാണ്. അവരിതൊരു രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊത്ത് 1 നാഴിക നേരം രാജാക്കന്മാരെ പോലെ ഭരിക്കും. ഇന്ന് വരെ ചരിത്രത്തിൽ റോമൻ സാമ്രാജ്യം 10 രാജ്യങ്ങളുടെ ഒരു സംഘടനയല്ലായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യമേ നമുക്ക് ചിന്തിക്കാനൊക്കെ ഉള്ളൂ, ഇതിനൊരു സെക്കൻഡ് ഫേസ്, 2ാമതൊരു നവോത്ഥാനമുണ്ട്. എന്നാൽ നമ്മുടെ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. 7-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ 10 കൊമ്പുകളുടെ ഇടയിൽ നിന്ന്, നമ്മൾ 8-ാം വാക്യത്തിൽ വായിക്കുന്നു, 7-ന്റെ 8, ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ നിന്ന് മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ലിറ്റിൽ ഹോൺ, ഒരു കൊച്ചു കൊമ്പ് മുളച്ചു വരികയാണ്. നമ്മൾ വളരെ വ്യക്തമായി ഓർക്കുക, ഈ രാജ്യത്ത് 10 രാജാക്കന്മാരുടെ മധ്യത്തിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ്, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഉള്ള ഒരു കൊമ്പ് മുളച്ചു വരികയാണ്. അവരുടെ ഇടയിൽ നിന്ന് മുളച്ചു വന്നു. വളരെ വ്യക്തമായി 9-ാം അധ്യായം അന്തിക്രിസ്തുവിൻ്റെ പൗരത്വം എവിടെയാണെന്ന് വിളിച്ചു കാണിക്കുന്നു. അന്തിക്രിസ്തുവിൻ്റെ പൗരത്വം ഞാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി 26, 27 വാക്യം വായിക്കുകയാണ്. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവനാരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അഭിഷിക്തനായ പ്രഭു വരെ നമ്മൾ വളരെ വ്യക്തമായി ഇവിടെ വായിക്കുന്നു. 62, ഇതിനു മുമ്പ് ഒരു 7 ആഴ്ചവട്ടം. അപ്പോൾ 62 7 69 ആഴ്ചവട്ടം. നമ്മൾ നേരത്തെ ആ ഭാഗത്ത് പഠിച്ചപ്പോൾ ശ്രദ്ധിച്ചു, അതിൻ്റെ 24-ാം വാക്യത്തിൻ്റെ അവസാനം, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുകയാണ്. ദാനിയേലിനോടാ പറയുന്നത്, നിന്റെ ജനം യഹൂദന്, വിശുദ്ധ നഗരം യെരൂശലേം. 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ അഭിഷിക്തൻ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു, അവൻ ഛേദിക്കപ്പെട്ടു. അടുത്തത് നോക്കണം. പിന്നെ 26-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം,
പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ജനം, വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. വളരെ വ്യക്തമായി ദാനിയേൽ ഇത് രേഖപ്പെടുത്തുമ്പോൾ ഇത് ഭാവികാല പ്രയോഗമാണ്. ഇതൊന്നും നടന്നിട്ടില്ല. ക്രിസ്തു വന്ന് ക്രൂശിൽ മരിച്ച ശേഷം 40 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ AD 70 റോമൻ സൈന്യം വന്ന് യെരുശലേമിനെ നശിപ്പിച്ചു, യെരുശലേം ദേവാലയം നശിപ്പിച്ചു. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ജനം വിശുദ്ധ നഗരത്തെയും മന്ദിരത്തെയും നശിപ്പിക്കും. അപ്പോൾ ഒരു കാര്യം തീർത്തു ചിന്തിക്കുക, വരാനിരിക്കുന്ന പ്രഭു എവിടെ നിന്ന് വരണം? പുരാതന റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് വരണം. നമ്മൾ ചിന്തിച്ചതുപോലെ 10 കൊമ്പ് 10 രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് വരും. 10 രാജ്യങ്ങളുടെ ഒരു സംഘടനയായിട്ട് വരും. അപ്പോൾ എവിടെ നിന്ന് അന്തിക്രിസ്തു വരും, എവിടെ നിന്ന് എതിർ ക്രിസ്തു വരുമെന്ന് ചോദിച്ചാൽ പുരാതന റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രതലം 10 രാജ്യങ്ങൾ ചേർന്ന് ഒരു ഭരണം തുടങ്ങുമ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു വരികയാണ്. ഇനി ഒരു കാര്യം പ്രത്യേക ഓർക്കുക, ആ 7-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ചെറിയ കൊമ്പ് മുളച്ചു വന്നു, അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 പേരോട് പറഞ്ഞുപോയി. എന്തായി പറയുന്നത്? എന്തായി പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, 3 പേരോട് പറഞ്ഞുപോയി. അല്പം കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. നോക്കുക, ഈ ചെറിയ കൊമ്പ് 3 കൊമ്പുകളെ വീഴ്ച കളയും. നമുക്കൊന്നുകൂടെ ലളിതമായി ചിന്തിച്ചാൽ, പുരാതന റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിച്ചാൽ, പുരാതന റോമൻ സാമ്രാജ്യം ഒരു റിപ്പബ്ലിക് ആയിരുന്നു. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്. സുപ്രീം പവർ എന്ന് പറയുന്നത് എലക്ട് ചെയ്ത റെപ്രസെൻറ്റേറ്റീവ്. നമ്മുടെ രാജ്യസഭ ഒക്കെയാണ് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ ഭരിക്കുകയാണ്. അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക്. റോമൻ എംപയർ വാസ് എ റിപ്പബ്ലിക്, ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് സെനറ്റ്. അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത സെനറ്റാണ് ഭരണം നടത്തിയത്. എന്നാൽ അല്പകാലത്തിനുള്ളിൽ അത് ഒരു ഏകാധിപതിയുടെ ഭരണത്തിലേക്ക് മാറി. ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ഒക്ടോവിയൻ അല്ലെങ്കിൽ സീസർ അഗസ്റ്റസ് എന്ന് പറയുന്ന ആ റോമൻ ചക്രവർത്തിയുടെ കരങ്ങളിലേക്ക് ഈ റിപ്പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് അധികാരം കിട്ടുകയാണ്. ഒക്ടോവിയൻ ഓർ സീസർ അഗസ്റ്റസ്. സീസർ അഗസ്റ്റസ് ഒരു ഡിക്റ്റേറ്ററായി, ഒരു സ്വച്ഛാധിപതിയായി, ഒരു ഏക ഭരണകർത്താവായി. അതിൻ്റെ ശേഷം ഇതിനെ ഭരിക്കുന്നത് ഇങ്ങനെയുള്ളവരാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് പുരാതന റോമൻ സാമ്രാജ്യം 25 രാജ്യങ്ങളിലധികമുണ്ട്. യൂറോപ്യൻ കോമൺ മാർക്കറ്റ്, അതിനൊരു പാർലമെന്റ് ഉണ്ട്, ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് പാർലമെന്റ്. ഏതാണ്ട് 626 പ്രതിനിധികളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, 1951 സ്റ്റീലും കൽക്കരിയും കൂടെ വ്യാപാരം ചെയ്യുവാൻ ആരംഭിച്ച ഒരു സംഘടന നോക്കുക, ഇന്ന് 25 രാജ്യങ്ങളുണ്ടെങ്കിലും ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ അന്ത്യത്തിൽ അത് 10 രാജ്യങ്ങളുടെ ഒരു സംഘടനയാകും. അന്തിക്രിസ്തുവിനെ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡായ ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് എതിർക്കുന്നവരിൽ 3 സാമ്രാജ്യങ്ങളെ വീഴ്ച കളയും. ഇന്ന് അവിടെ ഭരണം നടത്തുന്നത് എലക്റ്റഡായ പ്രസിഡന്റുമാർ 6 മാസമാണ്. 6 മാസം കഴിയുമ്പോൾ മാറണം. ഈ മനുഷ്യൻ മാറത്തില്ല. മാറാതെ വരുമ്പോൾ എതിർക്കുന്ന 3 പേരെ തകർത്ത് കളയും. 10 രാജ്യങ്ങൾ അവരുടെ അധികാരം, വെളിപ്പാട് 17:13, തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അവനൊരു ഈ ഒക്ടോവിയൻ അല്ലെങ്കിൽ സീസർ അഗസ്റ്റസിൻ്റെ കൂട്ട് ഒരു ഏകാധിപതിയായി ഈ പുരാതന റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സാമ്രാജ്യത്തിൻ്റെ ഏകാധിപതിയായി മാറും. അവൻ്റെ അധികാരം അവിടുന്ന് തിരുവചനത്തിൽ വായിച്ചാൽ ലോകവ്യാപകമായി മാറും. അവിടെ നിന്ന് അത് വീണ്ടും വളർന്ന് അവൻ ദൈവമാണെന്ന് പറയും. ദൈവമാണെന്ന് പറയും. ഞാൻ 76 തോന്നുന്നു, ഞാനങ്ങനെ മൂവി കാണുകയോ ഈവൻ TV ക്കകത്തെ പോലും കാണാറില്ല. പക്ഷെ ഒരു കാലത്ത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ഹരമായിരുന്നു സിനിമ. രക്ഷിക്കപ്പെട്ട ശേഷം ഒരല്പകാലം ഞാൻ പോരാട്ടം നടത്തി അതിൽ നിന്ന് പുറത്തു വരാൻ. പിന്നീട് എനിക്കിത് കാണാനൊരു താല്പര്യമേ ഇല്ലാതായി. ഞാൻ ഇന്ന് കാണാറില്ല. അങ്ങനെ കാണുന്നൊരാഗ്രഹം മനസ്സിലില്ല. TV യിൽ പോലും വരുന്നത് ഞാൻ കാണാറില്ല. അതൊരു വേസ്റ്റ് ഓഫ് ടൈമായിട്ട് എനിക്ക് തോന്നി.
ഞാൻ പറയാൻ വന്നത്, ആ കാലത്ത് 76 ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന ആ കാലഘട്ടമാണ്. രക്ഷിക്കപ്പെട്ടു വന്ന അധികമായിട്ടില്ല. അന്ന് ഇറങ്ങിയ ഒരു സിനിമയാണ് വളരെ പ്രസിദ്ധമായ ഓമൻ എന്ന് പറയുന്നത്, ദി ഓമൻ. അത് കാണണമെന്നൊരാഗ്രഹം. കാരണം അത് പൈശാചിക അന്തിക്രിസ്തുവിനെ കുറിച്ചൊക്കെയുള്ളൊരു മൂവിയാണ്. ഞാനത് കാണണമെന്ന് ആഗ്രഹിച്ചു. അത് കാണാനായിട്ടിടയായി. എല്ലാ കാര്യങ്ങളും ഓർക്കുന്നില്ലെങ്കിലും എൻ്റെ മനസ്സിൽ മായാതെ നിൽപ്പുണ്ട്. വളരെ ഭയപ്പെടുത്തുന്ന പല സീനുകളുള്ള ഒരു മൂവിയാണ്. ഞാൻ അതിനകത്തുനിന്ന് ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. ആ മൂവി അന്തിക്രിസ്തുവിനെ ജനിക്കുന്നതിനുള്ള ബന്ധത്തിലാണ് തുടങ്ങുന്നത്. റോമിലെ ഒരു മങ്ങിയ വെളിച്ചമുള്ള ഒരു ആശുപത്രിയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. നവോത്ഥാനം പ്രാപിച്ച പുതിയ റോമൻ സാമ്രാജ്യത്തിൽ അവൻ ജനിക്കുന്നതാണ് വിഷയം. അവിടുന്ന് ജനിക്കുന്നു. ഇവൻ ജനിക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറകിലൊരു പാട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആ പാട്ട് പിന്നീട് ഞാൻ ബുക്കിൽ മനസ്സിലാക്കി അത് കുറിച്ചെടുത്തു. ആ പാട്ട് ഇങ്ങനെയാണ്, ഞാൻ അതിൻ്റെ മലയാളവും പറയാം. When the Jew returned to Zion and a comet ripped the sky and the Holy Roman Empire rises. അത്രയും ഞാൻ പറയട്ടെ. യഹൂദൻ സിയോനിലേക്ക് മടങ്ങി വരുമ്പോൾ, ഒരു വാൽനക്ഷത്രം ആകാശത്തൂടെ കത്തി ജ്വലിക്കുമ്പോൾ, ഹോളി റോമൻ എംപയർ റൈസസ്, പുരാതന ആ വിശുദ്ധ റോമൻ സാമ്രാജ്യം എഴുന്നേൽക്കുമ്പോൾ, then you and I must die. ഞാനും നിങ്ങളും മരിക്കണം. From the eternal sea he rises. നിത്യമായ സമുദ്രത്തിൽ നിന്ന് അവൻ എഴുന്നേൽക്കുന്നു. ക്രിയേറ്റിംഗ് ആർമീസ് ഇൻ either source. രണ്ട് ഷോസിലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീരങ്ങളിലും സൈന്യങ്ങളെ അവൻ ഒരുക്കുന്നു. ടേണിംഗ് മാൻ അഗെയിൻസ്റ്റ് ഹിസ് ബ്രദർ. മനുഷ്യനെ അവൻ്റെ സഹോദരനെതിരായി തീർത്ത് മനുഷ്യനില്ലാതെ വരുവോളം അത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു ആ പാട്ടിൽ ഒമൻ എന്ന് പറയുന്ന ആ സിനിമയിലെ when the Jew returned to Zion and the comet rips the sky and the Holy Roman Empire rises. യഹൂദൻ മടങ്ങി വരുന്ന സമയം, ഈ അന്തരീക്ഷത്തിലൂടെ ഒരു വാൽനക്ഷത്രം കത്തിപ്പോകുമ്പോൾ, പുരാതന റോമൻ സാമ്രാജ്യം എഴുന്നേൽക്കുമ്പോൾ, എന്തിനു വിശദീകരിക്കണം? യഹൂദൻ ഈ പാട്ടിൽ കേട്ട പോലെ സയോനിലേക്ക് മടങ്ങി വരാറായി. നൂറ്റാണ്ടുകൾ, ഓൾമോസ്റ്റ് 2000 years ലോകത്തിൽ അവർ ചിതറി രാജ്യമില്ലാതെ കിടന്നു. അവർ മടങ്ങി വരുന്നു. അവർ രാജ്യം സ്ഥാപിച്ചു. ലോകത്തിലെ ഒരു വൻ ശക്തിയായി മാറി. When the Jew returned to Zion, ആ സമയത്ത് ഹോളി റോമൻ എംപയർ റൈസസ്. അന്ന് ഈ പുരാതന റോമൻ സാമ്രാജ്യം, വിശുദ്ധ റോമൻ സാമ്രാജ്യം വീണ്ടും എഴുന്നേൽക്കും. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ട്രീറ്റി ഓഫ് റോം ഒപ്പുവെക്കുന്നത് 1957 1948 ഇസ്രായേൽ സ്വതന്ത്ര രാജ്യമായത്. ആ സമയത്ത് 57 ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ നവോത്ഥാനത്തിനും ഏകീകരണത്തിനും ഒപ്പുവെക്കുകയാണ് ട്രീറ്റി ഓഫ് റോം. ഇത് രണ്ടും ഒരു കാര്യം പഠിപ്പിക്കുന്നു. നമ്മൾ അന്ത്യത്തിൻ്റെ ലക്ഷണം കാണുകയാണ്. ബൈബിളിലെ അന്ത്യകാല ലക്ഷണത്തിൽ പരമപ്രധാനമായ ഒരു പ്രശ്നം, ഒരു വിഷയമാണ് നമ്മളിവിടെ വായിക്കുന്ന ഈ പുരാതന റോമൻ സാമ്രാജ്യത്തിൻ്റെ എഴുന്നേൽപ്പ്. ഒരു ഏകലോക ഭരണകർത്താവ്, ഒരു സ്വച്ഛാധിപതിയായ ഭരണകർത്താവ്, വാക്ചാതുര്യമുള്ള ഒരു ഒറേറ്ററായ ഒരു മനുഷ്യൻ, വലിയ അധികാരമുള്ള ഒരു മനുഷ്യൻ, വലിയ വാക്ധോരണയുള്ള ഒരു മനുഷ്യൻ, മനുഷ്യരെ അന്യോന്യം കൊന്നൊടുക്കുവാൻ യുദ്ധം ആരംഭിക്കുന്ന മനുഷ്യൻ, മരണകരമായ മുറിവേറ്റ ശിരസിൽ ജീവിച്ചിട്ട് ഭൂവാസികൾ അവനെ നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ ലെഫ്റ്റനൻ്റായി, അവനെ സഹായിപ്പാനായി മറ്റൊരു വ്യക്തി കൂടെ വരും. ആ വ്യക്തിയെക്കുറിച്ചാണ് 13-11 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ. ആരാണിത്? മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നതായി ഞാൻ കണ്ടു. ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി. അത് അന്തിക്രിസ്തുവാണ് സമുദ്രത്തിൽ നിന്ന് വരുന്നത്. അതിൻ്റെ വിശദീകരണം മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇവിടെ വായിക്കുന്നു, 11 മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നു ഞാൻ കണ്ടു. ഒരു കാര്യം ഓർക്കുക, ഈ ഭൂമി
ആരുടെ കൈകളിലാണ്? സാത്താൻ്റെ കൈകളിലാണ്. ഈ ഭൂമിയെ ഭരിക്കുന്നത് ആരാണ്? സാത്താനാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ ഭൂമി എന്ന് പറയുമ്പോൾ ഹി റൈസസ് ഫ്രം ദ ലാൻഡ്. ലാൻഡ് എന്ന് ഉപയോഗിക്കുന്നത് ഇസ്രയേലിനെയോ അതിൻ്റെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെയോ ഉദ്ദേശിക്കുന്നുവെന്ന് പലർ കരുതുന്നു. രണ്ട് വ്യക്തിത്വം. 13 സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. നീ കണ്ട വെള്ളം ഭാഷകളാണ്, വംശങ്ങളാണ്, പുരുഷാരമാണ്. 17:15 ലോകരാഷ്ട്രീയത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഏകലോക ഭരണകർത്താവ്, സ്വച്ഛാധിപതിയായ മനുഷ്യൻ, വാക്ചാതുര്യമുള്ള മനുഷ്യൻ, വലിയ അധികാരമുള്ള മനുഷ്യൻ, വലിയ വാക്കുകൾ പുറപ്പെടുവിക്കുന്ന മനുഷ്യൻ, ലോകം കണ്ട് അത്ഭുതപ്പെടുന്ന മനുഷ്യൻ, വാളാൽ മുറിവേറ്റിട്ടും മരിച്ചുപോയ മൃഗം ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ആവശ്യപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യനെ സഹായിപ്പാൻ മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുകയാണ്. ഹി ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് സേറ്റൻ. ഭൂമി സാത്താൻ്റെ കൈകളിലാണ്. ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കൊടുത്ത പേരാണ് 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്. 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, 19-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച മൃഗത്തിന് മുദ്ര ഏൽക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകത്തിന്റെ തീപ്പുകൾ ജീവനോടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പേര് മൃഗവും കള്ളപ്രവാചകനും. 20:10 നോക്കിയാട്ടെ. മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക്ക. 16:13 മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും. മൃഗവും കള്ളപ്രവാചകനും. മൃഗം രാഷ്ട്രീയ നേതാവ്, ജനങ്ങളുടെ പ്രൊഡക്റ്റാണ്. മതനേതാവ് സാത്താൻ അവനെ ഈ ലോകത്തിൽ ഉത്ഭവിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ പറയട്ടെ, ഉൽപ്രാവണം കഴിഞ്ഞു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറി. ദൈവസഭയും പരിശുദ്ധാത്മാവ് എടുത്തുകൊള്ളപ്പെട്ടു. ഇന്ന് സഭകളെ ഒന്നിപ്പിക്കുവാൻ വളരെ ദീർഘമായൊരു പഠനമാണ് എക്യുമെനിക്കൽ മൂവ്മെന്റ്, വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ. ആഗോളമായ വലിയ പ്രവൃത്തി UN-ന്റെ നേതൃത്വത്തിൽ, വത്തിക്കന്റെ നേതൃത്വത്തിൽ ഒക്കെ സഭകളെ ഒന്നിപ്പിക്കുവാൻ, ലോകമതങ്ങളെ ഒന്നിപ്പിക്കുവാൻ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. മറ്റു മതങ്ങളും ഒക്കെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അതൊക്കെ നടക്കുന്നു. പക്ഷേ അത് എന്താ മുന്നോട്ട് പോകാത്തത്? എന്താ മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം നോക്കുക. ഇവിടെ അതിന് തടുക്കുന്ന ഒരു ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവ്. ദൈവം തന്നെ അതിനെ എതിർക്കുന്നു. എന്നാൽ അവൻ വഴിയിൽ നിന്നും മാറും. അപ്പോൾ ഈ രണ്ടാമത്തെ മൃഗവും ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ. 17-ാം അധ്യായത്തിൽ വരുമ്പോൾ 3-ാം വാക്യം, അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടുഞ്ചുവപ്പുള്ള മൃഗത്തിന്മേൽ സ്ത്രീ ഇരിക്കുന്ന കണ്ടു. മൃഗത്തിൻ്റെ മുകളിൽ ഒരു സ്ത്രീ. പീഡന കാലഘട്ടത്തിൽ ആ മൃഗമെന്ന് പറയുന്നത് അന്തിക്രിസ്തുവും അതിൻ്റെ മുകളിലിരിക്കുന്നത് മതവുമാണ്, അല്ലെങ്കിൽ മത നേതാവാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ലോക രാഷ്ട്രീയവും മതവും കൂടെ ഒന്നിക്കുന്ന ഒരു കാലഘട്ടം. The religion and politics will be amalgamated together. അതൊന്നിച്ചിട്ട് ലോകത്തിൻ്റെ സമ്പൽ വ്യവസ്ഥതയും ലോകത്തിൻ്റെ കാര്യങ്ങളും നിയന്ത്രിപ്പാൻ തുടങ്ങും. വളരെ ഗൗരവമായി ഓർക്കുക. വളരെ ഗൗരവമായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾ ഓർക്കണം. വളരെ ഗൗരവമായി ഓർക്കണം. മതവും, നമ്മൾ 17-ാം അധ്യായത്തിൽ ആ രാഷ്ട്രീയവും മതം കൂടെ ഒന്നിക്കുന്നത് കാണാൻ കഴിയും. അതിൻ്റെ ദീർഘമായൊരു പഠനമുണ്ട്. ഒരുപാട് പഠിക്കാൻ കഴിയും എക്യുമെനിസത്തെക്കുറിച്ചുമൊക്കെ. ഞാൻ അതിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകാതെ ഞാൻ ആ 11 തൊട്ടുള്ള വാക്യം ഒന്ന് വായിക്കുക. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്ന കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് 1-ാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാമത്തെ മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാവിനെ അംഗീകരിപ്പാൻ പ്രേരിപ്പിക്കുകയാണ് ഈ മതനേതാവ്. അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീയിറങ്ങുമാറാക്കും.
വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കും. മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കണ്ട് ഭൂവാസികളെ തെറ്റിക്കും. വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അടുത്ത ഭാഗമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ആ ഭാഗം അല്പം വിശദമായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെ കൊല്ലേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം കിട്ടി. അത് നോക്കാം എന്താണെന്ന്. ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായി എല്ലാവർക്കും വലങ്കയിലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാകുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ. അതിൻ്റെ സംഖ്യ 666. എന്തൊരു കോൺട്രവേഴ്സിയാണ്, എന്തോ ഒരു കോൺട്രവേഴ്സിയാണ് ഈ ഭാഗത്തെക്കുറിച്ച്. 2000 വർഷങ്ങൾക്ക് രേഖപ്പെടുത്തി ഈ ഭരണകർത്താവ് ലോകത്തിൽ എഴുന്നേൽക്കുമ്പോൾ, മതനേതാവൂടെ സഹായിക്കുമ്പോൾ അവൻ ലോകത്തിലെ സമ്പൽ വ്യവസ്ഥിതിയെ നിയന്ത്രിക്കും. നമ്മൾ നോക്കിയാൽ 3 കാര്യങ്ങൾ ഒന്നായി മാറുകയാണ്. എന്തൊക്കെയാ? വേൾഡ് പൊളിറ്റിക്സ്, വേൾഡ് റിലീജിയൻ ആൻഡ് വേൾഡ് എക്കണോമി. വേൾഡ് പൊളിറ്റിക്സ്, സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം കിട്ടി. ആഗോളമായ ഒരു അധികാരം. 13-7 വാക്യം. 8 വാക്യം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. വേൾഡ് റിലീജിയൻ. 3, മൃഗത്തിൻ്റെ പേരിൻ്റെ സംഖ്യയുള്ള മുദ്രയുള്ളവർക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കും. വേൾഡ് എക്കണോമി. സോ വേൾഡ് പൊളിറ്റിക്സ്, വേൾഡ് റിലീജിയൻ, വേൾഡ് എക്കണോമി. ഒരു 3 നദികൾ വന്നൊഴുകി ഒരു നദിയായി തീരുന്നത് പോലെ ഈ 3 വ്യത്യസ്ത മുഖങ്ങൾ ഒന്നായി പ്രവർത്തിക്കുന്ന ഒരു നാളുകൾ. അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലം. ഇവിടെ 666 ഒരു കാഷ്ലെസ് സൊസൈറ്റിയെ കുറിച്ച്, അല്ലെങ്കിൽ നാണയമില്ലാത്തൊരു വ്യാപാരത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. എൻഡ് ടൈം എക്കണോമി, ദ മാർക്ക് ഓഫ് ദ ബീസ്റ്റ്. മറ്റൊന്നിൽ പറഞ്ഞാൽ വാല്യൂസ്. വസ്തുതകളുടെ വില കണക്കാക്കുന്നത് പണത്തിലല്ല, കറൻസിയിലല്ല, നാണയത്തിലല്ല. ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ അവൻ്റെ മുദ്ര ഉള്ളവർക്ക് വിൽക്കാനും വാങ്ങാനും സാധിക്കും. A new there will be means by which value exchange and business conducted globally in a new world order. ഒരു പുതിയ ലോക വ്യവസ്ഥയിലായിരിക്കും ഇത് സംഭവിക്കുന്നത്. ഒരുപാട് തർക്കങ്ങൾ, ഒരുപാട് കോലാഹലങ്ങൾ, ഒരുപാട് എതിർപ്പുകളൊക്കെ ഈ വിഷയം സംസാരിക്കുമ്പോൾ ഉണ്ടാകും. അതിന് കാരണം പ്രധാനമായി ഈ കീ പാസേജ്, അതായത് വെളിപ്പാട് 13-16 തൊട്ട് 18 വരെ വെറും 3 വാക്യങ്ങളാണ്. ആ 3 വാക്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ബൈബിളിൽ മറ്റൊരിടത്തും ഒരു റെഫറൻസ് ഇല്ല. എന്താണ് ഈ 666? ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണ്. അതിൻ്റെ സംഖ്യ 666. ഈ റെഫറൻസ് എന്തോ മനസ്സിലാക്കാൻ കഴിയും. ഞാനും ആത്മാർത്ഥമായി ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. 6 പ്രവചന പണ്ഡിതാക്കളുടെ അഭിപ്രായങ്ങൾ ഞാൻ ആരാഞ്ഞെടുത്തു. 6 പ്രവചന പണ്ഡിതന്മാരുടെ. ഞാൻ അവരുടെ അഭിപ്രായങ്ങൾ ആദ്യമൊന്ന് പറയാം. എന്താണ് ഈ 666? മാർക്ക് ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ എഴുത്തുകാരനും പണ്ഡിതനുമുണ്ട് പ്രവചനത്തിൻ്റെ. പുള്ളിക്കാരൻ പറയുന്നത്, he believes the best one to understand this is the process of gematria. ഇനി എന്താ ജീമാട്രിയ? എബ്രായ ഭാഷ, ലാറ്റിൻ ഭാഷ, ഗ്രീക്ക് ഭാഷ, ഇംഗ്ലീഷ് ഭാഷ, ഈ 4 ഭാഷകൾ, ഹീബ്രു, ഗ്രീക്ക്, ലാറ്റിൻ ആൻഡ് ഇംഗ്ലീഷ്, ഈ 4 ഭാഷയുടെ അക്ഷരമാലയ്ക്ക്, ആൽഫബറ്റ്സിന് ഒരു പ്രത്യേക ന്യൂമറിക്കൽ വാല്യൂ, ഒരു പ്രത്യേക വില കൊടുത്താൽ ഒരു പേരോ ഒക്കെ ഒന്നിച്ച് കൂട്ടുമ്പോൾ ഒരു സംഖ്യ കിട്ടും. അതിനാ ജീമാട്രിയ എന്ന് പറയുന്നത്.
അങ്ങനത്തെ ഒരെണ്ണമാണ് ഇതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. മാർക്ക് ഹിച്ച്കോക്ക്. ഹീബ്രു ആൽഫബറ്റ് 22 അക്ഷരമാലയാണ്. അതിൻ്റെ അസൈൻ ചെയ്തിരിക്കുന്ന ന്യൂമറിക്കൽ വാല്യൂ ഒക്കെ ഞാൻ കണ്ടു. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. എന്നാൽ ഈ 17 18 വാക്യത്തിൽ 5 കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. 17 വാക്യം, മൃഗത്തിൻ്റെ പേരോ, 2 പേരിന് പകരമായ സംഖ്യയോ, 18 മൃഗത്തിൻ്റെ സംഖ്യയോ, 18 ഒരു മനുഷ്യൻ്റെ സംഖ്യയോ, 18 അതിൻ്റെ സംഖ്യ 666. അപ്പോൾ നോക്കിയേ, ഇത് മൃഗത്തിൻ്റെ പേരിനോടുള്ള ബന്ധത്തിലാണ്, പേരിന് പകരമായ സംഖ്യയോടുള്ള ബന്ധത്തിലാണ്. മൃഗത്തിൻ്റെ സംഖ്യയാണ്, അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണ്, അത് 666 എന്ന് പറഞ്ഞാൽ ഈ 666 എന്ന് പറയുന്ന സംഖ്യ മാർക്ക് ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ആള് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ആന്റിക്രൈസ്റ്റ് ഓൺ നെയിം. അന്തിക്രിസ്തുവിൻ്റെ പേര് കൂട്ടുമ്പോൾ കിട്ടുന്ന ഒരു സംഖ്യയാണിതെന്ന് അദ്ദേഹം പറയുന്നു. 2 ആർണോൾഡ് ഫ്രെച്ച്റ്റൻബൗൺ എന്ന് പറയുന്ന ഒരു പ്രവചന പണ്ഡിതാവ്, അദ്ദേഹം പറഞ്ഞു, ഇൻ ദിസ് പാസേജ് വാട്ട് എവർ ദ പേഴ്സണൽ നെയിം ഓഫ് ആന്റിക്രൈസ്റ്റ് വിൽ ബി, ദ നെയിം is spelled out in Hebrew character. The numerical value of his name will be 666. എബ്രായ ഭാഷയിൽ അന്തിക്രിസ്തുവിൻ്റെ പേര് നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ എബ്രായ ഭാഷയുടെ അക്ഷരമാലയുടെ ക്യാരക്ടർ കൂട്ടിയാൽ 666 വരും. ഈ നമ്പറാണ് ആരാധകരുടെ പേരിൽ അവൻ നൽകുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, since a number of different calculations can be equal to 6, it is impossible to figure the name. അതായത് ലോകത്തിൽ അനേകരുടെ പേരുകൾക്ക് തത്തുല്യമായി 666 കിട്ടും. അതുകൊണ്ട് ഇന്ന് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. 18 വാക്യത്തിൽ പറയുന്നു, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. ബുദ്ധിയുള്ളവർ ഗണിക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അന്ത്യകാലത്തിൽ, പീഡന കാലഘട്ടത്തിൽ, സഭ മാറ്റപ്പെട്ട ശേഷം ഇവിടെയുള്ള ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. ആ വ്യക്തി ഇന്ന വ്യക്തിയാണെന്ന് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 666 കിട്ടുമെന്നാണ്. പിന്നീട് അദ്ദേഹം ഇങ്ങനെ വെളിപ്പെടുത്തി, അനേകരുടെ പേര് ഒന്നിച്ചു കൂട്ടിയാൽ, ഉദാഹരണമായിട്ട് ഹെൻറി കിസ്സിംഗർ, ലിൻഡൻ ജോൺസൺ, ജോൺ എഫ് കെന്നഡി, ഗോർബച്ചോവ്, റൊണാൾഡ് റീഗൻ, ബിൽ ഗേറ്റ്സ്, ഇതൊക്കെ 666 വന്ന് അവസാനിക്കും. അതുപോലെ MS DOS 6.21 = 666, വിൻഡോസ് 95 and System 7 ഇതിനകത്തൊക്കെ 666 ചെന്ന് അവസാനിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഓർക്കണം, ഇത് സഭ മാറ്റപ്പെട്ട ശേഷം അന്തിക്രിസ്തുവിൻ്റെ പേരിന് തത്തുല്യമായ ഒരു സംഖ്യയായിരിക്കും ഇതെന്ന് ഈ അർണോൾഡ് ഫ്രിച്ച്റ്റൻബൗൺ വിശ്വസിക്കുന്നു. 3 ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ പ്രവചന പണ്ഡിതാവും ആ പ്രവചനത്തിൻ്റെ ആധികാരികമായ ആളുകൾ കോട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ജോൺ ഓഫ് വാൽവുഡ്. ഡാലസ് സെമിനറിയുടെ പ്രസിഡൻ്റായിരുന്നു. നമ്മളിൽ അനേകർക്ക് അദ്ദേഹത്തിൻ്റെ ബുക്കുകളുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അന്ത്യകാലത്തിൽ പ്രവചനത്തിൻ്റെ നിവൃത്തികൾ സംഭവിക്കുമ്പോൾ, ഈ വസ്തുതകൾ നിവർത്തിക്കപ്പെടുമ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വെളിച്ചം കിട്ടും. ഇതൊരു മനുഷ്യൻ്റെ സംഖ്യയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വെളിപ്പാട് പുസ്തകം എടുക്കുമ്പോൾ, ഈ 666 പറഞ്ഞിരിക്കുന്ന പുസ്തകം 7 പറയുന്നത് അത് പൂർണ്ണതയുടെ സംഖ്യയാണ്. 7 മുദ്രയിട്ട പുസ്തകം, 7 കാഹളം, 7 ക്രോധകലശം, 7 ഇടിമുഴക്കം, ഇങ്ങനെ 7ൻ്റെ ഒരു നീണ്ട പട്ടിക, അത് പൂർണ്ണത കാണിക്കുകയാണ്. ഈ മൃഗം അല്ലെങ്കിൽ അന്തിക്രിസ്തു ദൈവമാണെന്ന് ക്ലെയിം ചെയ്യുന്നു. ഇൻ ദാറ്റ് കേസ് ഹിസ് നമ്പർ ഷുഡ് ബി 777. അവൻ ദൈവമാണെങ്കിൽ 777 ആയിരിക്കണം. പക്ഷേ അവൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നെങ്കിലും യു ആർ ഓൺലി എ മാൻ. നീ ഇപ്പോഴും ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് യു ആർ നോട്ട് ഡീറ്റി. നീ ദൈവമല്ല, നീ മനുഷ്യനാണ്. നീ 666. അദ്ദേഹം പറയുന്നുണ്ട്,
ജോൺ എഫ് വാൽവുഡ് പറയുന്നുണ്ട്, ഒരുപാട് സ്പെക്കുലേഷൻ, ഒരുപാട് ആലോചനകളൊക്കെ. എന്താണ് ഈ 666 എന്ന് പറയുന്നത്? യാതൊരു പ്രയോജനവുമില്ലാത്തത്. കാലം അതിൻ്റെ അന്ത്യത്തിൽ അവിടെ വരുമ്പോൾ നമുക്കിതിൻ്റെ വെളിപ്പാടും വെളിച്ചവും കൂടുതൽ കിട്ടും. ഏതാണ്ട് ഇതേ ആശയമാണ് നമുക്കറിയാം ഫൗണ്ടർ ഓഫ് റേഡിയോ ബൈബിൾ ക്ലാസിൻ്റെ ഫൗണ്ടറായ M.R. ഡീഹാൻ പറയുന്നത് 6 ഈസ് എ നമ്പർ ഓഫ് മാൻ. 6 എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സംഖ്യയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് 6-ാം ദിവസമാണ്. 3 ഈസ് ദ നമ്പർ ഓഫ് ഡിവിനിറ്റി. 3 എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സംഖ്യയാണ്. ഇവിടെ 3, 6 ഒന്നിച്ച് ചേർത്തിരിക്കുകയാണ്. എടുത്തു പറയുന്നത് അവൻ ദൈവമാണെന്ന് ക്ലെയിം ചെയ്യുന്നെങ്കിലും nevertheless you are merely a man. നീ വെറും ഒരു മനുഷ്യനാണ്. You are 1 short of 7. നീ 770, 1 ഷോർട്ടാണ് അതിൻ്റെ. എന്നിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞു, അവൻ ഹൈയസ്റ്റ്, അതായത് മനുഷ്യരുടെ പ്രതലത്തിൽ he has gone to the peak of power and wisdom. മനുഷ്യന്റെ പ്രതലത്തിൽ ഏറ്റവും ഔന്നത്യത്തിലേക്ക് അവൻ ഉയർന്നു. Yet you are 666. നീ you are short of 1 from 777. എന്നിട്ട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ പേര് പല വിധത്തിലുണ്ട്. 8 പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്തു, കർത്താവ്, ഇങ്ങനെ പല പേരുകൾ. അതിൻ്റെ 888 പൂർണ്ണത കിട്ടുന്നു എന്നാണ്. ആ പഠനത്തിലേക്കൊന്നും ഞാൻ പോയില്ല. ദാറ്റ് ഈസ് ഹീസ് പെർഫെക്റ്റ്. ജീസസ് ഈസ് കംപ്ലീറ്റ് പെർഫെക്ഷൻ. മറ്റൊരു പ്രവചന പണ്ഡിതാവാണ് ഹെൻറി മൂർ. അദ്ദേഹം പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. ദ നേച്ചർ ഓഫ് മാർക്ക് ഈസ് നോട്ട് ഡിസ്ക്രൈബ്. എന്താണ് ഈ സംഖ്യ എന്നുള്ളത് വിശദീകരിച്ചിട്ടില്ല. ബട്ട് ദ ബേസിക് പ്രിൻസിപ്പിൾ ഹാസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഇയേഴ്സ് ഇൻ വേരിയസ് നേഷൻ. അനേക രാജ്യങ്ങളിൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ വസ്തുത ഇത് ഓൾറെഡി ഉണ്ടാക്കിക്കഴിഞ്ഞു. എന്താണെന്ന് അദ്ദേഹം പറയുന്നു. സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, നമ്മുടെ നാട്ടിലെ ആധാർ നമ്പർ, ഇങ്ങനെ ഇതൊക്കെ ഈ 666 മുന്നോടി മാത്രമാണ്. ഒരു പെർമനന്റ് ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. അദ്ദേഹം പറയുന്നു, ഈ പീഡന കാലഘട്ടത്തിൽ അന്തിക്രിസ്തുവിനോട് ഞാൻ അലയൻസ് പുലർത്തിയാൽ, അവനെ നമസ്കരിച്ചാൽ, അവൻ്റെ മുദ്രയേൽക്കുമ്പോൾ ഈ നമ്പർ എനിക്ക് അടയാളമായി കിട്ടുന്ന പെർമനന്റ് മാർക്ക്. 6ാമതൊരു മനുഷ്യനുണ്ട്, ആഡം ക്ലർക്ക് എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആണ് ആഡംസ് ക്ലർക്ക് ബൈബിൾ കമൻട്രി. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ദ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് വിൽ ബി ആൻ 18-digit നമ്പർ, 6 + 6 + 6. അന്തിക്രിസ്തുവിൻ്റെ 666 എന്ന് പറയുന്ന സംഖ്യ 18 ഡിജിറ്റുള്ള ഒരു നമ്പറാണ്. 6 + 6 + 6. ഇനിയും അല്പം കൂടെ വിശദീകരണത്തിലേക്ക് ഞാൻ പോവുകയാണ്. ജോൺ എഫ് വാൽവുഡ്, ലോകപ്രസിദ്ധനായ പ്രവചന പണ്ഡിതാവ്, പറഞ്ഞു, there is no doubt, യാതൊരു തർക്കവുമില്ല, വിത്ത് ടുഡേസ് ടെക്നോളജി, ഇന്നത്തെ കണ്ടുപിടുത്തങ്ങളുണ്ടല്ലോ ടെക്നോളജി, എ വേൾഡ് റൂളർ ഹൂ ഈസ് ഇൻ ടോട്ടൽ കൺട്രോൾ, ഒരു ലോകത്തെ മുഴുവൻ ഭരണത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഏകലോക സ്വച്ഛാധിപതിക്ക് മനുഷ്യൻ്റെ ജനസംഖ്യയുടെ, ആളുകളുടെ അപ്ഡേറ്റ് സെൻസസും അവർ തന്നോട് കൂറുപുലർത്തിയവരാണോ എന്നൊക്കെ അറിയുവാൻ ഇന്നത്തെ ടെക്നോളജി മൂലം സാധിക്കും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ കമ്പ്യൂട്ടറും ഇന്നത്തെ ഇൻ്റർനെറ്റും മൂലമൊക്കെ അത് സാധിക്കും. വെളിപ്പാട് 13:12 വായിക്കുന്നുണ്ട്, അത് 1-ാമത്തെ മൃഗത്തിന് മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ആഗോളമായ നിയന്ത്രണം, ഓരോ മനുഷ്യനെ നിയന്ത്രിക്കുക. എന്താണ് ഈ മുദ്ര? നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഇത് വെറും ഒരു ടാറ്റു ആയിരിക്കുമോ? ഇത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഐഡിയ ആയിരിക്കുമോ? ഇതൊരു ചിപ്പായിരിക്കുമോ? ഏതായാലും ജോൺ എഫ് വാൽവുഡ് ഒക്കെ പറഞ്ഞ പോലെ ഇത് ഒരു പ്രത്യേക ഒരടയാളമായിരിക്കും ടെക്നോളജി യൂസ് ചെയ്ത്. ഇന്നത്തെ ടെക്നോളജി 2002 മെയ് മാസം 10-ാം തീയതി വെള്ളിയാഴ്ച അമേരിക്കയിലെ മാധ്യമങ്ങൾ, TV മുഴുവൻ ഫ്ലോറിഡയിൽ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുകയാണ്. NBC റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ റിപ്പോർട്ട് ചെയ്യുന്നത്? ഒരു കുടുംബം, ജേക്കബ്സ് ഫാമിലി ഇൻ ഫ്ലോറിഡ,
നമ്മുടെ പത്രത്തിലൊക്കെ വാർത്ത വന്നു, ജേക്കബ്സ് ഫാമിലി. ആ കുടുംബം മുഴുവൻ ചിപ്പ് എടുക്കുകയാണ്. ഒരു ഇഞ്ചക്ഷനിലൂടെ തൊലിക്കടിയിൽ ഒരു വെരി ചിപ്പ്, ഒരു കുഞ്ഞ്, അതായത് ഒരു സൂചിയിലൂടെ കടന്നു പോകുന്ന ഒരു ചിപ്പ്. ആ ചിപ്പ് ഇഞ്ചക്ഷനിലൂടെ എടുക്കുക, ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് എടുക്കാം, വേദനയില്ല. ആ ചിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവരെക്കുറിച്ചുള്ള സകല മെഡിക്കൽ ഹിസ്റ്ററിയും അതിനകത്ത് കാണും. അവർ ലോകത്തിൽ എവിടെയാണെന്ന് ട്രേസ് ചെയ്യാൻ കഴിയും. ഈ ചിപ്പ് അതെടുത്തത് 2002 മെയ് മാസം 10 ഫ്ലോറിഡയിലെ ജേക്കബ്സ് ഫാമിലി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചു, പടങ്ങളൊക്കെ കണ്ടു. ചില കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർ അവർ ഈ ചിപ്പ് എടുക്കുന്നു. അതിൻ്റെ പടം അവിടെ ഇരുന്നുകൊണ്ട് അവർ കയ്യിലൊക്കെ എടുക്കുന്നു. ആ ചിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓഫീസ് വരുമ്പോൾ ഓഫീസിൻ്റെ ഡോറൊന്നും തുറക്കേണ്ട ആവശ്യമില്ല. അവരങ്ങ് നടന്നു പോയാൽ മതി, അതൊക്കെ തുറന്നു പോകും. അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ അവിടെ കിട്ടുകയാണ്. ഇനി നമുക്ക് ഈ ഭാഗം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ മനസ്സിലാക്കാത്തൊരു കാര്യമായിരുന്നു. നമുക്ക് നോക്കാം, എന്താണ് ഈ അന്ത്യക്രിസ്തുവിൻ്റെ, നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ പ്രതിമ, ഇമേജ് എന്നാണ് ഇംഗ്ലീഷിൽ. ഇമേജ് ഉണ്ടാക്കാൻ പറയുന്നു. 15-ാം വാക്യം നോക്കിയാട്ടെ. മൃഗത്തിൻ്റെ പ്രതിമ, ഇമേജ് ഓഫ് ബീസ്റ്റ്, സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ ആത്മാവിനെ കൊടുപ്പാൻ അതിന് അധികാരം ലഭിച്ചു. ഒന്ന് നോക്കിയേ, മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കുകയാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചു. 15-ാം വാക്യത്തിൽ ആത്മാവിനെ കൊടുത്തെന്ന്. മനുഷ്യന് നൽകിയ ആത്മാവുണ്ടല്ലോ, ദൈവം ആദമിന് നൽകിയ ആത്മാവ്, അതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ചെയ്യും, CHAIYM, ചെയ്യും. മൃഗങ്ങൾക്ക് കൊടുത്ത ജീവൻ ശൂച്ചി, PSUCH. ഇത് രണ്ടും ഇവിടെ ഉപയോഗിക്കാതെ 15-ാം വാക്യത്തിൽ മൃഗത്തിന് ജീവൻ കൊടുത്തു. ആ ജീവൻ എന്നുള്ളത് ന്യൂമ എന്നൊരു വാക്ക്. ആ വാക്ക് ബൈബിളിൽ വേറെ എങ്ങുമില്ല. വേറെ എങ്ങുമില്ല. ഈ മൃഗത്തിന് ആത്മാവിനെ കൊടുക്കുക. ആ ആത്മാവ് നോക്കുക, മൃഗങ്ങൾക്ക് കൊടുത്ത ജീവനോ മനുഷ്യന് കൊടുത്ത ജീവനോ അല്ല. ഇത് വേറെ എവിടെയെങ്കിലും കൊടുത്തതായിട്ടും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇറ്റ് ഈസ് എ ഗോസ്റ്റ് ടൈപ്പ് ഓഫ് ലൈഫ്. സാത്താൻ പൈശാചികമായ ഒരു ജീവനാണ് കൊടുക്കുന്നത്. ഇനിയും നോക്കിക്കോണം, അത് കൊടുത്തു. 16-ാം വാക്യം, 15-ഉം 16-ഉം കൂടെ ചേർത്ത് വായിക്കാം. നമ്മുടെ കണ്ണ് തുറന്നൊന്ന് നോക്കിയേ. 15-ാം വാക്യം, മൃഗത്തിന് പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം കിട്ടും. ഏത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായി എല്ലാവർക്കും വലങ്കയിലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വഹിയാതെയുമാകുന്നു. അത് കൊടുക്കുകയാണ്. ഇറ്റ് എന്നാണ്. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുത്തു. ആത്മാവ് ഒരു പ്രത്യേക ആത്മാവാണ്. ഇറ്റ് ഈസ് എ ഗോസ്റ്റ് ടൈപ്പ് ഓഫ് ലൈഫ്. ഗ്രീക്ക് ഭാഷയിൽ അത് ചെറിയവനും വലങ്കൻ, അതെന്ന് പറയുന്നത് ഇറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ. ഇറ്റ് കോസസ് ഓൾ, നോ ജെൻഡർ. ഗ്രീക്കിൽ നോ ജെൻഡർ. അത് പുരുഷനുമല്ല സ്ത്രീയുമല്ല. പിന്നെ എന്തുവാ ഇറ്റ് എന്ന് പറയുന്നത്? ചിലർ വിശ്വസിക്കുന്നത് ഞാൻ കണ്ടു, ഈ പ്രതിമ, ജീവൻ ലഭിച്ച പ്രതിമയുണ്ടല്ലോ, അതാണ് മനുഷ്യനെ മുദ്രയേൽപ്പിക്കുമാറാക്കുന്നത്. അതെന്താ സഹോദരന്മാരെ? അതെന്താണത്? മൃഗമാണത്. ഞാൻ ഓർപ്പിക്കട്ടെ, പുരാതന റോമൻ സാമ്രാജ്യം സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ്. പുരാതന റോമൻ സാമ്രാജ്യം സടകുടഞ്ഞെഴുന്നേൽക്കുമ്പോൾ 1977 ഡോക്ടർ ഹെൻറിക് എൽഡർമാൻ എന്ന് പറയുന്ന ചീഫ് അനാലിസ്റ്റ് ഓഫ് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, അദ്ദേഹം ഒരു കാര്യം അനൗൺസ് ചെയ്തു. ഞാനത് കുറിച്ചെടുത്തു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: He was ready to begin assigning a number to every person in the world, and that he plans to use a 6-digit unit of 18 numbers.
ലോകത്തിലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി ഈ യൂറോപ്യൻ യൂണിയൻ്റെ എക്കണോമിക്കൽ കമ്മ്യൂണിറ്റിയുടെ ചീഫ് അനാലിസ്റ്റ് അനൗൺസ് ചെയ്യാണ് 77-ൽ 18 ഡിജിറ്റ്സ് ഉള്ള സംഖ്യ കൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും നമ്പർ ചെയ്യുവാൻ ഒരു പദ്ധതി ഒരുക്കി കഴിഞ്ഞു. 18 ഡിജിറ്റ്സ്. He revealed that a computerized restoration plan is already underway to strengthen out world chaos. ഒരു കമ്പ്യൂട്ടർവൽക്കരണത്തിലൂടെ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, സ്ട്രെയിറ്റൻ ചെയ്യുവാൻ 18 സംഖ്യയുള്ള ഒരു നമ്പർ ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ ക്രൈസിസ് മീറ്റിങ്ങിൽ അദ്ദേഹം 74-ൽ ഈ കോമൺ മാർക്കറ്റിൻ്റെ ലീഡേഴ്സും അഡ്വൈസേഴ്സും സയൻറ്റിസ്റ്റുകളും ഇരുന്നപ്പോൾ ഈ ഡോക്ടർ എൽഡർമാൻ ഒരു കാര്യം നടത്തി. ഈ അൺവെയിൽഡ് ദ ബീസ്റ്റ്. എന്താണെന്നറിയാമോ? It is a gigantic 3-story self-programming computer with the potential of numbering every human being on earth. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും നമ്പർ ചെയ്യുവാൻ പ്രാപ്തിയുള്ള 3 നിലയുടെ വലിപ്പമുള്ള ഒരു കമ്പ്യൂട്ടർ. അദ്ദേഹം അത് ബ്രസൽസിലുള്ളത് കാണിച്ചു കൊടുത്തു. അതിൻ്റെ പേരാണ് ബീസ്റ്റ്, മൃഗം. ആഡംസ് ക്ലർക്ക് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ആഡംസ് ക്ലർക്ക് ബൈബിൾ കമൻട്രിയിൽ ഈ മാർക്ക് എന്ന് പറയുന്നത് 18 ഡിജിറ്റ്സ് ഉള്ള 6ൻ്റെ 3 സംഖ്യയാണ്. 6 + 6 + 6, 6 + 6 + 6. ഞാൻ ഓർത്തു ഇതെന്താണ്. എനിക്ക് ഏതാണ്ട് ഇങ്ങനെ മനസ്സിലായി. ആദ്യത്തെ 6 ഒരു യൂണിറ്റാണ്. ഈ 6 കൊണ്ട് ഏത് രാജ്യമാണ്? ഇന്ത്യ, ഇംഗ്ലണ്ട്, അമേരിക്ക. ആദ്യത്തെ 6. പിന്നത്തെ 6 2 ഏത് സംസ്ഥാനമാണ്? പിന്നത്തെ 6 വ്യക്തിയുടെ നമ്പർ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരിതിനെ മൃഗമെന്ന് പറയുകയും ഈ കമ്പ്യൂട്ടറൈസ്ഡ് കാര്യങ്ങളാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ, മാത്രമല്ല വേൾഡിലെ ഈ കെയോസ്, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരത്തിന് വേണ്ടി ഇതാണ് എന്നവർ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, അതാണിതെന്ന് ഞാൻ പറയുന്നില്ല. ഐ എം നോട്ട് ടെല്ലിങ് അതാണിതെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആണെന്ന് ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ഉണ്ട് ഇന്ന് ഭൂമിയിൽ. അതിന് ആത്മാവിനെ കൊടുത്തു. ഈ ഇമേജിന് ആത്മാവിനെ കൊടുത്തു. ആ ഇമേജ് സംസാരിക്കുന്നു. ആ ഇമേജാണ് ലോകത്തിലുള്ള മനുഷ്യരെ മുദ്രയേൽപ്പിക്കുമാറാക്കുന്നത്. ജോൺ ഓഫ് വാൽവുഡ് പറഞ്ഞ പോലെ കാലം അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ ഇത് കൂടുതലായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ കിണഞ്ഞു പരിശ്രമിച്ചാൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ജോൺ ഓഫ് വാൽവുഡ് പറഞ്ഞ പോലെ അന്ത്യകാലമാകുമ്പോൾ ഈ വിധത്തിൽ ജനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ടെക്നോളജി ഇറ്റ് ഈസ് ഓൾറെഡി പ്രിപ്പയർഡ്. ലോകത്തിൽ നിന്നുണ്ട്. ഡോക്ടർ എൽഡർമാൻ ചൂണ്ടിക്കാണിച്ച പോലെ ബ്രസൽസിലുള്ളൊരു കമ്പ്യൂട്ടറാണോ ഇതെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതിന് ജീവൻ കൊടുക്കുന്നു. അത് മനുഷ്യരെ മുദ്രയേൽപ്പിക്കുമാറാക്കുന്നു. അത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവർക്ക് സാധിക്കും. ഞാൻ ഓർപ്പിച്ചോട്ടെ, അധർമ്മത്തിൻ്റെ മർമ്മമാണിത്. മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം ഓർപ്പിച്ചോട്ടെ. കൊറോണയുടെ കാലമാണ്. മൈക്രോൺ വൈറസിൻ്റെ കാലമാണ്. നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യാത്ര ചെയ്യാൻ ഒരു ഐഡിയ വേണം. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരു ഐഡിയ വേണം. നിങ്ങളിത് എടുത്തിട്ടുണ്ടോ? എടുത്തവർക്ക് മാത്രമേ യാത്ര ചെയ്യാനൊക്കത്തുള്ളൂ. ഇപ്പം നോക്കുക, ഒന്ന് ശാന്തമായപ്പോഴാണ് ഒമിക്രോൺ എന്ന് പറയുന്ന വൈറസ് വീണ്ടും പടരുന്നത്. മനുഷ്യൻ്റെ യാത്രകളെ നിയന്ത്രിപ്പാൻ മനുഷ്യനിത് കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ ഞാൻ എൻ്റെ മോള് ബഹറിലുണ്ട്. അവിടെ നിന്ന് വിളിച്ചപ്പം പറയുകയായിരുന്നു, കുറച്ച് നാൾ മുമ്പ് കടകളിൽ സൂപ്പർ മാളിൽ കയറി സാധനം മേടിക്കണമെങ്കിൽ ഇതെടുക്കണം. നമ്മുടെ ഇവിടെയും ഈ വലിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ കയറണമെങ്കിൽ ഇത് എടുത്തിരിക്കണം. യാത്ര ചെയ്യണേ ഇത് എടുത്തിരിക്കണം. പീപ്പിൾ ആർ കണ്ടീഷൻഡ്. മനുഷ്യ ഹൃദയങ്ങളെ ഇതിനായി ഒരുക്കിയെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി ഓർക്കുക, ജോൺ ഓഫ് വാൽവുഡ് പറഞ്ഞ പോലെ ദ ടെക്നോളജി ഈസ് റെഡി ഹിയർ. ഈ മുദ്ര എന്ന് പറയുന്നത് മാർക്ക് എന്ന ഇംഗ്ലീഷിൽ. ഇറ്റ് ക്യാൻ ബി ബാർകോഡ്,
ഇതൊരു മനുഷ്യന്റെ സംഖ്യയാണ്, അത് പേരിന്റെ സംഖ്യയാണ്. ഇവിടെ വായിക്കുന്നത് എന്താണ്? അതൊരു മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്ര. പേരിന്റെ സംഖ്യയോ ആയ മുദ്ര, അവന്റെ പേരിന് സംഖ്യയ്ക്ക് തത്തുല്യമായ മാർക്ക്. കമ്പ്യൂട്ടർ വായിക്കുന്നത് മാർക്കാണ്, ബാർകോഡ്. ഇന്റർനെറ്റും ബാർകോഡും കമ്പ്യൂട്ടറും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ലോകത്തെ ഒരു ചിലന്തി വലയ്ക്കുള്ളിൽ ഒതുക്കി കഴിഞ്ഞു. ബാർകോഡ്, QR കോഡ്, പല കോഡുകളുണ്ട്. യൂറോപ്പിൽ ഉപയോഗിക്കുന്നത് യൂറോപ്യൻ ആർട്ടിക്കിൾ നമ്പർ, ഇന്റർനാഷണൽ ആർട്ടിക്കിൾ നമ്പർ, വേൾഡ് പ്രൊഡക്റ്റ് നമ്പർ, UPC യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കോഡ് നമ്പർ. ഇങ്ങനെ പല ഭാഷകളുള്ളതുപോലെ കമ്പ്യൂട്ടർ വായിക്കുന്ന ഈ മാർക്കുണ്ടല്ലോ, ഏതാണ്ട് 32 കോഡിംഗ് സിസ്റ്റം ഉണ്ടെന്ന് പറയുന്നു. ഞാനതിൻ്റെ വിദഗ്ധനൊന്നുമല്ല. 32 കോഡിംഗ് സിസ്റ്റം. ഈ 32 കോഡിങ്ങിൽ QR സ്കാൻ ഉണ്ട്, UPC സ്കാൻ ഉണ്ട്. 1970കളിൽ വസ്തുക്കളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ UPC കോഡ് തുടങ്ങുകയാണ്, യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കോഡ്. നമ്മളിന്ന് കടയിൽ കയറി സാധനം മേടിച്ചാൽ, വലിയ കടകളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കറിയാം, ആ കൗണ്ടറിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടർ സ്കാൻ ചെയ്യും ആ ബാർകോഡ്. ഒരു നിമിഷം കൊണ്ട് അതിൻ്റെ വില കൂട്ടും, ഒരു നിമിഷം കൊണ്ട് സ്റ്റോക്കിൽ നിന്ന് കുറയ്ക്കും, എല്ലാം നടക്കും. പക്ഷേ അത് ഒരു വാല്യുവിന് തത്തുല്യമായ ഒരു മാർക്കാണ്. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചോട്ടെ, ആ കോഡിംഗ് സിസ്റ്റത്തിൽ, ആ ബാർകോഡിൽ 666 ഒരു പ്രസക്തി ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ പലർ ചിന്തിക്കുന്നു. ബാർകോഡ് എടുത്താൽ ഏതാണ്ട് 2 ലൈൻ പാരലൽ ലൈൻ താഴോട്ടും നടുക്കൊരു പാരലൽ ലൈൻ താഴോട്ടും ഇരിക്കുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നു, ഈ പൊന്തി നിൽക്കുന്ന ഈ പാരലൽ ലൈൻ 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ UPC ബാർകോഡിൽ 666 ഉണ്ട് എന്നവർ പറയുന്നു. ഐ എം നോട്ട് ആൻ എക്സ്പേർട്ട്, ഞാനിതിൻ്റെ ഒരു എക്സ്പേർട്ട് അല്ല. ഇതാണെന്ന് ഞാൻ പറയുന്നില്ല. ജോൺ എഫ് ആൽവുഡ് പറഞ്ഞ പോലെ ആ ദിവസങ്ങൾ വരുമ്പോൾ അത് വ്യക്തമാകും. ഒരു കാര്യം അറിയാം, അവൻ്റെ പേരിനോടുള്ള ബന്ധത്തിലേ ഉള്ള ഒരു സംഖ്യയാണ്. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇപ്പം നമുക്ക് ആധാർ കാർഡുണ്ട്. കമ്പ്യൂട്ടറിൽ നമ്മുടെ എന്ത് വിഷയങ്ങൾ വേണമെങ്കിലും ആ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ അവിടെ തെളിയും. ടാക്സ് കൊടുക്കുമ്പോൾ, ബാങ്കിൽ ലോൺ എടുക്കുമ്പോൾ, ബാങ്കിൽ അക്കൗണ്ട് തുറക്കുമ്പോൾ, വണ്ടി ഹയർ പർച്ചേസ് എടുക്കുമ്പോൾ, വണ്ടി മേടിക്കുമ്പോൾ ഒക്കെ ഈ ആധാർ നമ്പർ വേണം. കമ്പ്യൂട്ടർ വിൽ ഐഡൻറ്റിഫൈ ഹൂ ഐ ആം. എൻ്റെ പേരിന് പകരമുള്ളൊരു സംഖ്യയാണ് ആധാർ നമ്പർ. അന്തിക്രിസ്തുവിൻ്റെ പകരമുള്ളൊരു നമ്പറാണ്. ആ നമ്പർ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഒക്കെ കൂടി ശൃംഖലകൾ വായിക്കുന്നത് ഈ ബാർകോഡിലൂടെയാണ്. അതിനകത്ത് 666 പ്രസക്തിയുണ്ട്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നതും നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. കാലങ്ങൾക്ക് മുമ്പ് ഒരു ഇടത്ത് നിന്ന് മറ്റൊരിടത്തിലേക്ക് ഒരു എഴുത്ത് കൊടുത്തു വിടുവാൻ അഞ്ചലോട്ടക്കാരുണ്ട്. മണിയടിച്ചുകൊണ്ട് എഴുത്തുകൊണ്ട് ഓടുകയാണ്. ഗൾഫിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇത്രയും പുരോഗമനമൊന്നും ആയില്ല. ആരെങ്കിലും അവധിക്ക് വരുമ്പോൾ ടേപ്പ് എടുത്ത് വെച്ച്, ടേപ്പാണ്, ആ വീട്ടുകാരോട് പറയേണ്ടത് മുഴുവൻ പറഞ്ഞിട്ട് ഈ ടേപ്പ് കവറിലിട്ട് കൊടുത്തുവിടും. അവരിവിടെ അതിട്ട് കേൾക്കും. ഞാൻ പത്രവാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന UPA ന്യൂസിൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ട്. ഓഫീസ് ട്രിവാൻഡ്രത്ത്. ഒരു ചെറിയ ടേപ്പ്, ആ ടേപ്പ് ഇങ്ങനെ റീല, അതേ മുഴുവൻ കിഴുത്തയാണ്. ആ ടേപ്പ് അങ്ങോട്ട് കയറ്റി വിട്ടാൽ ഇത് പ്രിൻ്റ് ചെയ്ത് ഇങ്ങ് വരും. എന്തെല്ലാം ഡെവലപ്മെൻറ്റ്! ഇപ്പോൾ നോക്കിയേ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ ഡിവൈസാണ് നമ്മുടെ മൊബൈൽ. ഈ മൊബൈലിൽ ആളിനെ കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം. എന്താ? ഇൻ്റർനെറ്റ് മൂലം ലിങ്ക് ചെയ്തിരിക്കുക. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവർക്കറിയാം, WWW, വേൾഡ് വൈഡ് വെബ്. ആഗോളമായ ചിലന്തി വലയ്ക്കുള്ളിൽ ഒതുക്കി. ആ W എന്ന് പറയുന്നത് ചില ദൈവദാസന്മാർ പറയുന്നു, അത് എബ്രായ ഭാഷയിലെ വൗ എന്ന് പറയുന്ന വാക്ക് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റർനെറ്റ് WWW എന്ന് പറഞ്ഞാൽ അത് അവർ പറയുന്നു അത് 666 പ്രസക്തിയാണ് വേണ്ടത്. ബ്രദേഴ്സ്, ഇറ്റ് ക്യാൻ ബി, ഇറ്റ് കനോട്ട് ബി. ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ ഈ 666 പ്രസക്തി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഒരു കാര്യം അറിയാം, അവസാനത്തെ ജോൺ ഓഫ് വാൽവുഡ് പറഞ്ഞ പോലെ അവസാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയോടുള്ള ബന്ധത്തിൽ ലോകത്തെ നിയന്ത്രിക്കുവാൻ ഇവിടെ നമ്മൾ കണ്ടു ഒരു പുതിയ
വ്യവസ്ഥിതി വരും, നാണയമില്ലാത്തൊരു വ്യവസ്ഥിതി. ഇന്ത്യയിൽ നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, 13 അംഗങ്ങൾ. അവരുടെ കാര്യങ്ങൾ എന്താണെന്നറിയാമോ? കറൻസി രഹിത ഇന്ത്യ ഉണ്ടാക്കുക, കറൻസി രഹിത. ചൈന പ്രവർത്തിക്കും. സ്വീഡനിൽ നിങ്ങൾ പോയാൽ ഒരു കടയിൽ കയറി സാധനങ്ങൾ മേടിച്ചിട്ട് സ്വീഡിഷ് കറൻസി കൊടുത്താൽ അവർ പറയും വേണ്ട, കാർഡുണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ, ഫ്ലൈറ്റിൽ പണ്ടത്തെ പോലൊന്നും ഫുഡ് വിളമ്പത്തില്ല, പക്ഷേ ഭക്ഷണം കിട്ടും, സാൻഡ്വിച്ചും ഒക്കെ കിട്ടും. മേടിക്കാൻ ഞാൻ ശ്രമിച്ചു, കുടിക്കാനും മേടിക്കാനും ഒക്കെ ശ്രമിച്ചപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാഷ് വേണ്ട, ഡോളറൊന്നും വേണ്ട, അവർക്ക് വേണ്ടിയത് കാർഡാണ്. പേയ്മെൻറ്റ് ഈസ് ഓൺലി ബൈ കാർഡ്, ക്യാഷ്ലെസ് പേയ്മെൻറ്റ്. അതിൻ്റെ പ്രസക്തി ഏറി വരികയാണ്. നീതി ആയോഗ് എന്ന് പറയുന്ന സംഘടന ഇന്ത്യയുടെ ക്യാഷ്ലെസ് സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ബ്രദേഴ്സ്, ഇന്ന് കൊറോണ വൈറസിൻ്റെ വ്യാപനം, ഒമിക്രോൺ വൈറസിൻ്റെ വ്യാപനം മനുഷ്യഹൃദയങ്ങളെ അതിനുവേണ്ടി പാകമാക്കി. നാണയത്തിൻ്റെ വിലക്കയറ്റം നോക്കുക, ഒരു പുതിയ നാണയ വ്യവസ്ഥിതിക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കി. ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ ആവിർഭവിച്ചത് നോക്കുക, ഇവിടെ നമ്മൾ വായിച്ച പോലെ അത് ഈ മുദ്രയേൽക്കുമാറാക്കുന്നു. അവനോ അവളോ അല്ല, ഇറ്റെന്നാണ് അത്. ഞാൻ വിശ്വസിക്കുന്നു ഈ കമ്പ്യൂട്ടറായിരിക്കാം. നമുക്കറിയില്ല എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്, പക്ഷേ ഒന്ന് നമുക്കറിയാം, ഈ അധർമ്മത്തിൻ്റെ മർമ്മത്തിൻ്റെ വ്യാപാരം നടക്കുകയാണ്. വളരെ വ്യക്തമായി ഈ അധർമ്മത്തിൻ്റെ മർമ്മം ശക്തമായി വ്യാപരിക്കുന്ന ഒരു ദിവസത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഉണരാൻ സമയം കഴിഞ്ഞു. കർത്താവിൻ്റെ വരവിനോട് നമ്മൾ അടുത്തു. ഇതൊക്കെ ഇങ്ങനെ വക്കത്ത് വന്ന് നിൽക്കുമ്പോൾ, ഉൽപ്രാവണത്താൽ നാം മാറ്റപ്പെട്ട് കഴിയുമ്പോൾ, അന്തിക്രിസ്തുവിന് അവൻ്റെ ആ വ്യക്തിയെ ക്രിസ്തുവിന് പകരമായി, ക്രിസ്തുവിനോട് എതിർക്കുന്ന വ്യക്തിയായി അവനെ കൊണ്ട് അവതരിപ്പിക്കാൻ അവന് കഴിയും. അതിനുവേണ്ടി ഒരുക്കപ്പെട്ടൊരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഈ വചനം ദൈവം നമുക്ക് വിളമ്പിത്തന്നത് അത് ഗ്രഹിക്കാൻ, പഠിക്കുവാൻ, മനസ്സിലാക്കാൻ. ഒരു പ്രത്യേക വേദഭാഗം നമ്മൾ പരിശോധിക്കുകയാണ്. ഒരുപാട് വാദകോലാഹലങ്ങൾക്കിടയായ, സംശയങ്ങൾക്കിടയായ ഒരു വേദഭാഗമാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ. ഞാൻ 5 വാക്യം ഒന്ന് വായിക്കാം. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്ന കണ്ടു. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തു നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണമീട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്ക് മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേരല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അവർ കന്യമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മലിനപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. ഈ വേദഭാഗം സിയോൻ മലയിൽ നിൽക്കുന്ന 1,44,000 പേരെക്കുറിച്ചാണ്. പല വ്യാഖ്യാനങ്ങൾക്കിത് കാരണമായി. തങ്ങളിൽ ഒരാളായിരിക്കാൻ ഇവരുടെ ഈ 1,44,000 പേരുടെ കൂട്ടത്തിൽ തങ്ങളായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. റസൽ മതക്കാർ തങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ് ഇതെന്ന് അവകാശപ്പെടുന്നു. CPM എന്ന് പറയുന്ന അല്ലെങ്കിൽ ദീപനിക്കോസുകാരുടെ വിശ്വാസമനുസരിച്ച് സർവപരത്യാഗികളായി ഈ ലോകത്തിൻ്റെ സുഖങ്ങളും എല്ലാം സമ്പൂർണമായി ത്യജിച്ച് വിശുദ്ധ ജീവിതത്തിൻ്റെ ഔന്നത്യത്തിൽ ചെന്ന അവരുടെ കൂട്ടത്തിലെ 1,44,000 പേരാണിതെന്ന് പഠിപ്പിക്കുന്നത്. മറ്റൊരു കൂട്ടരുടെ പഠിപ്പീര് വിജയാളികളായി തീർന്നവരാണ്. ഇവരാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന 12:5 ആൺകുട്ടികളെന്ന് പഠിപ്പിക്കുന്നു. മറ്റൊരു കൂട്ടർ വെളിപ്പാട് പുസ്തകം 7 കാണുന്ന 1,44,000 പേര് യഹൂദന്മാരും ഈ 14-ാം അധ്യായത്തിൽ കാണുന്ന 1,44,000 പേര് ജാതികളുമാണ് എന്ന് പഠിപ്പിക്കുന്നു. എന്തെല്ലാം വ്യാഖ്യാനങ്ങളാണ് ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്.
ഒന്നാമത് മനസ്സിലാക്കുക, ഈ 1,44,000 പേര് സഭാംഗങ്ങളല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? സഭാംഗങ്ങളല്ല. സഭാംഗങ്ങളുടെ എണ്ണം ഇതിലൊക്കെ എത്രയോ കൂടുതലായി. സഭയുടെ അംഗം വെളിപ്പെടുത്തിയിട്ടില്ല. സഭയുടെ അവസാനത്തെ വ്യക്തി ദൈവത്തിനറിയാം. വ്യക്തി രക്ഷിക്കപ്പെട്ട് ചേർന്ന് കഴിയുമ്പോൾ മധ്യാകാശത്തിൽ കഹളം തൊനിപ്പിച്ച് അവരെ കർത്താവിൻ്റെ അടുക്കലേക്ക് എടുത്തുകൊള്ളപ്പെടും. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വരുമ്പോൾ സഭയുടെ അംഗങ്ങളല്ല ഈ 1,00,000 അല്ലെങ്കിൽ സഭയല്ല എന്ന് പറയാൻ കാരണം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 47-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ ഈ പെന്തിക്കോസ്ത് പെരുന്നാളിൽ പത്രോസിൻ്റെ പ്രസംഗം തൊട്ട് 3000 പേര് രക്ഷിക്കപ്പെട്ടു. പിന്നീട് രക്ഷിക്കപ്പെടുന്നവരെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു, പുരുഷാര അവരുടെ എണ്ണം തന്നെ 5000-ഓളമായി. 21-ാം അധ്യായം നോക്കുക. അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായം. യെരുശലേമിൽ പൗലോസ് ചെല്ലുമ്പം യാക്കോബ് പറയുന്ന വാക്കാണ്. 21-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ അവനോട് പറഞ്ഞത്, സഹോദരന്മാരെ, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ തന്നെ 1000 ഉണ്ടെന്ന് നീ കാണുന്നുവല്ലോ. അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാകുന്നു. സഹോദരന്മാരെ, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ തന്നെ എത്ര 1000 നീ കാണുന്നുവല്ലോ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, 2000 വർഷമായി സുവിശേഷത്താൽ രക്ഷിക്കപ്പെടുന്നവർ 1,44,000 ആളുകളല്ല. ഫസ്റ്റ് സെഞ്ചുറിയിൽ തന്നെ പെന്തിക്കോസ്ത് പെരുന്നാളിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടു. പിന്നീട് എത്ര 1000 ഇവിടെ ഓർപ്പിക്കുന്നു. രക്ഷിക്കപ്പെടുന്നതിന് സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. എത്രയോ 1000 ദൈവസഭയുടെ അംഗങ്ങളായി. ഈ 1,44,000 പേര് സഭയാണെന്ന് പറയുന്നത് തെറ്റാണ്. യെരുശലേമിൽ നിന്ന് മാത്രം എത്രയോ പേര് രക്ഷിക്കപ്പെട്ട് ചേർന്ന് വന്നു. ആൺകുട്ടി സഭയല്ല എന്ന് പറയാൻ കാരണം, വെളിപ്പാട് 12-ന്റെ 5-ാമത്തെ വാക്യം നോക്കിയാൽ, 12-5, അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുത്തുകൊള്ളപ്പെട്ടു. വെളിപ്പാട് ദിവസം 7-ൽ ഇസ്രയേൽ ഗോത്രത്തിൽ നിന്നും, വെളിപ്പാട് 14-ൽ ജാതിയിൽ നിന്നുമല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, 7-ൽ 12 ഗോത്രങ്ങളിൽ നിന്നാണ്, 7-ാം അധ്യായത്തിൽ 12 ഗോത്രങ്ങളിൽ നിന്നാണ് 12,000 പേരെ വെച്ച് എടുക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. വെളിപ്പാട് ദിവസം 7-ാം അധ്യായം നോക്കിയാട്ടെ. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 4-ാം വാക്യം, ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. എന്നിട്ട് ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേരെ വെച്ച് മുദ്രയിടുകയാണ്. പിന്നീട് 14-ാം അധ്യായത്തിൽ കാണുന്ന ജാതികളല്ല ഈ 1,44,000. അതിൻ്റെ 9-ാം വാക്യം നോക്കിയാട്ടെ. ഇതിന് ശേഷം സകല ജാതികളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഭാഷയിൽ നിന്നുമായുള്ളവരെ ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം, എണ്ണിക്കൂടാത്തൊരു പുരുഷാരം സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും രക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഈ വ്യാഖ്യാനങ്ങളൊക്കെ തെറ്റാണ്. ഇവരെ കാണുന്നത് സിയോൻ മലയിലാണ്. ഈ ഭൂമിയിൽ സിയോൻ മലയുണ്ട്. സിയോൻ മലയിൽ കർത്താവ് ഭരിക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു, സങ്കീർത്തനം 2-6. പക്ഷെ സ്വർഗത്തിലും സിയോൻ മലയുണ്ട്. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ നാം വന്നിരിക്കുന്നത് എന്ന് പറയുന്ന വേദഭാഗത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യം, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാർക്കും സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിക്കുന്ന ആദ്യാതന്മാരുടെ സഭയ്ക്കും എല്ലാവർക്കും ദൈവവും ന്യായാധിപതിയും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാവൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹാര രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ പിന്നെയോ സിയോൻ പർവ്വതം സ്വർഗീയ സിയോൻ പർവ്വതമാണ്. വെളിപ്പാട് 14:3 നോക്കിയാട്ടെ. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്ക് മൂപ്പന്മാർക്ക് മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി.
വളരെ വ്യക്തമായി 4ഉം 5ഉം അധ്യായം വെളിപാട് പുസ്തകത്തിൽ അത് സ്വർഗത്തിലെ കാഴ്ചയാണ്. അവൾ ഇവിടെ പറയുന്നത് സ്വർഗത്തിലെ സിയോൻ മലയാണ്. 2ാം വാക്യം നോക്കിയാട്ടെ. പെരുവെള്ളത്തിൻ്റെ ഇരിച്ചിൽ പോലെയും വലിയ ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷമുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ കാണുന്ന സിയോൻ പർവ്വതം എന്ന് പറയുന്നത് സ്വർഗീയ സിയോൻ പർവ്വതമാണ്. 2-3 വാക്യം നോക്കിയാൽ ഒരു കൂട്ടർ പാടുന്നു, മറ്റേ കൂട്ടർ ആ പാട്ട് ഏറ്റുപാടുന്നു. 45-ാം സങ്കീർത്തനം അതിൻ്റെ 13-14 വാക്യത്തിൽ അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു, തോഴ്മക്കാരായ കന്യകുമാരി. നമുക്ക് ആ വാക്യം ഒന്ന് എടുത്തേക്കാം. സങ്കീർത്തനങ്ങൾ 45-ന്റെ 13-14. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു, അവളുടെ വസ്ത്രം പൊൻകശവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകുമാരെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്നവർ, ദൈവസഭയോട് കൂടെ നടക്കുന്നവർ, അവരെ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കന്യകമാരെന്നാണ്. കന്യകമാർ. ഇവര് പീഡന കാലഘട്ടത്തിലെ മാർട്ടിയേഴ്സ് ആണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അതല്ല. ഈ 1,44,000 പേരും മരിക്കുന്നില്ല, അവരെ പ്രിസർവ് ചെയ്യുകയാണ്. അവർക്ക് മുദ്ര കൊടുത്തത് എന്താ? അവരെ കാണുന്നവർ അവരെ കൊല്ലാതിരിക്കാനാണ്. 4-ാം വാക്യത്തിൽ അവർ കന്യകമാരാകാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കും. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായ മനുഷ്യരിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, കന്യകമാരെന്നാണ് ബഹുവചനം, അത് സഭയല്ല. കാരണം സഭയെ ഏകവചനത്തിൽ കന്യകയെന്നാണ്. 2 കൊരിന്ത്യർ 11:2 ഇന്ന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന കന്യകയാണ്, നിർമ്മല കന്യക, കന്യകമാരെന്നല്ല. ഇവിടെ സങ്കീർത്തനങ്ങളിൽ വായിച്ച തോഴ്മക്കാരായ കന്യകമാർ. പഴയ നിയമത്തിലൊക്കെ വായിക്കുന്നില്ലേ? യാക്കോബിന്റെ ഭാര്യമാർ, അവർക്ക് അവരുടെ കൂടെ ദാസിമാരുണ്ടായിരുന്നു. പുറപ്പാട് 2:5 ഫറവോന്റെ പുത്രിയും അവളുടെ ദാസിമാരും. എസ്തർ 4:15 ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും. ദാസിമാരുടെ ഗണത്തിൽ പെടുന്നവരാണ് ഈ 1,44,000 പേരെന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ ശരി. സ്ത്രീകളോടുകൂടെ മലിനപ്പെടാത്തവർ, പുരുഷന്മാരോടുകൂടെ മലിനപ്പെടാത്തവരെന്നല്ല പറഞ്ഞത്. ഇത് ആത്മീകമായി തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവരാണ്. വിവാഹ ജീവിതമല്ല ഇവിടെ പറയുന്നത്. അത് മാന്യമാണ്, അത് വിശുദ്ധമാണ്, അത് ദൈവം കൽപ്പിച്ചാക്കിയതാണ്, അത് പാപമല്ല. വിവാഹം വിലക്കുന്നത് ഭൂതങ്ങളുടെ ഉപദേശമാണ്, ദൈവസഭയല്ല. അവർ നിൽമറ കന്യകയാണ്. ഇത് കന്യകമാരായ തോഴ്മക്കാരാണ്. അവരുടെ ആത്മിക സ്ഥിതി അവർക്ക് 5-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഫോഷ്ക്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല, അവർ കളങ്കമേൽക്കാത്തവർ, ഭൂമിയിൽ നിന്ന് ആദ്യ ഫലം വീണ്ടെടുത്തിരിക്കുന്നു. നോക്കുക, ആദ്യ ഫലമെന്ന് പറയുന്നത് തിരുവചനത്തിൽ ആവർത്തിച്ച് നമുക്ക് കാണാം. ലേവ്യ പുസ്തകം 23 ആദ്യഫല കറ്റയുണ്ട്. കൊയ്യുവാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ കറ്റ ദൈവസന്നിൽ കൊണ്ട് കൊടുക്കുന്നു. 1 കൊരിന്ത്യർ 15:20 മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമാണ് ക്രിസ്തു. യെരമ്യാവ് 2:3 ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവന്റെ ആദ്യ വിളവിന്റെ ആദ്യ ഫലവുമാണ്. ഭൂമിയിൽ നിന്ന് ദൈവം മനുഷ്യവർഗത്തെ രക്ഷിക്കുമ്പോൾ പീഡന കാലഘട്ടത്തിൽ ഇവരൊരു ആദ്യ ഫലമാണ്. 1,44,000 പേരെ പ്രത്യേകാൽ മുദ്രയിട്ട് വേർതിരിക്കുകയാണ്. ഇവിടെ ആ 7-ാം അധ്യായത്തിൽ കാണുന്ന ആ 1,44,000 പേരാണ് ഇവിടെ കാണുന്ന സ്വർഗീയ യെരൂശലേമിൽ. അവർ പാട്ട് ഏറ്റുപാടുന്നു. സഭയോട് കൂടെ യാത്ര ചെയ്യുന്ന തോഴ്മക്കാർ എന്ന് പറയുന്ന കന്യകമാരുടെ കൂട്ടമാണ് ഇവരെന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ ന്യായം. 14-ാം അധ്യായത്തിൻ്റെ 6 തൊട്ടുള്ള വാക്യം, 6-7 വാക്യം. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്ന ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശമായുള്ളവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട്
അവന് മഹത്വം കൊടുപ്പീൻ. അവൻ്റെ ന്യായവിധികളുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവർ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ 6-7 വാക്യത്തിൽ ഒന്നാമത്തെ ദൂതൻ നിത്യസുവിശേഷം ആകാശമധ്യത്തിൽ പറക്കുന്നു, ഭൂവാസികളോട് അറിയിക്കുവാനൊരു സുവിശേഷം. ഒരു കാര്യം ഓർക്കണം, സുവിശേഷം അറിയിപ്പാൻ ദൂതന്മാരെ അനുവദിച്ചിട്ടില്ല. പത്രോസിനോട് ദൂതൻ ചെന്ന് പറഞ്ഞു കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെല്ലുവാൻ. അവിടെ ചെന്ന് പറഞ്ഞു ഇങ്ങനെയൊരു ഒരാളുണ്ട്, അദ്ദേഹത്തെ വിളിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ കൃപയുടെ സുവിശേഷം ഈ ചെന്ന ദൂതന് പറഞ്ഞപ്പോരെ പറയാൻ അനുവാദമില്ല. പത്രോസ് വന്നാണ് സുവിശേഷം പ്രസംഗിച്ചത്. അനുഭവിച്ചവ സാക്ഷികളാണ് അത് പറയുന്നത്. പല സുവിശേഷങ്ങൾ തിരുവചനത്തിലൂടെ രാജ്യത്തിൻ്റെ സുവിശേഷം, യേശുക്രിസ്തുവിനും അവൻ സ്ഥാപിക്കുന്ന രാജ്യത്തോട് എംഫസൈസ് ചെയ്ത് കൃപയുടെ സുവിശേഷം, കൃപയ്ക്ക് ഊന്നൽ കൊടുത്തതാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു നിത്യസുവിശേഷം. എന്താണ് ഇവിടെ പറയുന്നത്? നിത്യസുവിശേഷം ഇവിടെ പറയുന്നത് നോക്കുക. ആകാശമധ്യത്തിൽ ദൂതൻ പറഞ്ഞ് സകല ഭൂവാസികളോടും പറയുകയാണ്, നിങ്ങൾ ആരെ നമസ്കരിക്കണം? ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നു. എന്താ കാരണം? അന്തിക്രിസ്തുവിനെ വണങ്ങുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയാണ്. മഹോപദ്രവ കാലഘട്ടത്തിൽ നടക്കുന്ന ഭയാനകമായ പീഡയുടെ കാലഘട്ടത്തിൽ കള്ളപ്രവാചകനൊക്കെ ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ആകാശത്തുനിന്ന് തീയിറങ്ങുകയും മരിച്ചു എന്ന് ജീവിക്കുന്നെന്ന് കരുതി അന്തിക്രിസ്തുവിനെ അവതരിപ്പിച്ച് അവൻ്റെ ബിംബമുണ്ടാക്കാൻ നമസ്കരിച്ച് അവനെ വണങ്ങുകയും നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഭയങ്കരമായ ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മനുഷ്യൻ അന്തിക്രിസ്തുവിനെ വണങ്ങുന്നു. അന്തിക്രിസ്തുവിനെ വണങ്ങിയാൽ, അവൻ്റെ മുദ്രയേറ്റാൽ, അവൻ്റെ ബിംബം വണങ്ങിയാൽ നമ്മൾ 9 തൊട്ട് 12 വരെയുള്ള വാക്യത്തിൽ നിത്യനരകത്തിൽ അവൻ പോകും. അതിൻ്റെ ഗൗരവം കൊണ്ട് ദൂതൻ ആകാശമധ്യത്തിൽ പറന്ന് അവൻ ഘോഷിക്കുകയാണ്, അരുത് അരുത്, ആകാശവും ഭൂമിയും നീരുറവുകളും ഉണ്ടാക്കിയ ദൈവമുണ്ട്, ആ ദൈവത്തെ നമസ്കരിക്കാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ, അന്തിക്രിസ്തുവിനെ നമസ്കരിച്ചാൽ രാവും പകലും സ്വസ്ഥതയില്ലാതെ നിത്യദണ്ഡനത്തിലേക്ക് പോകും. അതിൻ്റെ ഗൗരവം കൊണ്ട്, അതിൻ്റെ ഭയാനകമായ അവസ്ഥ കൊണ്ട് ദൈവം അനുവദിക്കുന്നു. ദൂതൻ പറന്നുകൊണ്ട്, അരുത്, നിങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കരുത്, അന്തിക്രിസ്തുവിനെ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയ ദൈവത്തെ നമസ്കരിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പറന്ന് നടക്കുന്ന ദൂതൻ അത്യുച്ചത്തിൽ മാനവരാശിയോട് പറയുകയാണ്. അതിൻ്റെ ഗൗരവം കൊണ്ട് സംഭവിക്കുകയാണ്. ചരിത്രത്തിൽ ഈ ഒരു സമയത്ത് മാത്രമേ ദൂതൻ സുവിശേഷം അറിയിക്കുന്നത് പറയുന്നുള്ളൂ. ആ സുവിശേഷത്തിന് പേര് കൊടുത്തു നിത്യസുവിശേഷം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം